വിശദമായ വാർത്തകളിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അന്തരിച്ചതായി റിപ്പോർട്ട് ചെയ്ത തമിഴ് ചാനലുകൾ അല്പസമയത്തിനകം തന്നെ വാർത്ത പിൻവലിച്ചു. വാർത്ത നിഷേധിച്ച അപ്പോളോ ആശുപത്രി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടു. ചെന്നൈ AIADMK ആസ്ഥാനത്ത് താഴ്ത്തിക്കെട്ടിയ പതാക വീണ്ടും ഉയർത്തി. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആശുപത്രി വാർത്താക്കുറിപ്പിലിറക്കി. ആശുപത്രിക്ക് മുന്നിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. ജോർജറ്റ് ചേരുന്നു തത്സമയം വിവരങ്ങളുമായി. ജോർജറ്റ്, ഏറ്റവും പുതിയതായി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഗുരുതരമായി തന്നെ ആരോഗ്യനില തുടരുന്നു എന്നതല്ലാതെ അല്പമെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുള്ളതായി ഒരു വാർത്തകളും ഇതിനകം കിട്ടിയിട്ടില്ല. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ? രശ്മി, ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ആശുപത്രിയിൽ നിന്ന് വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ്റെ ഉള്ളടക്കം തന്നെയാണ്. ഇന്ന് വൈകിട്ടോടെ ജയലളിത മരിച്ചു എന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്തകൾ തെറ്റാണ് എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി വ്യക്തമാക്കി. അത്തരം വാർത്തകൾ പിൻവലിക്കണം. ജയലളിതയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. സാധ്യമായ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകുന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്. 12 മണിക്കൂർ സമയം കൂടി വിദഗ്ധ ഡോക്ടർമാർ നിരീക്ഷണത്തിൽ ജയയെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. 12 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം അറിയിക്കാമെന്ന നിലയിലാണ് ഏറ്റവും അവസാനം ആശുപത്രിക്കുള്ളിൽ നിന്ന് വന്ന പുറത്തു വന്ന വാർത്തകൾ ലഭ്യമാകുന്നത്. അതിനു മുമ്പേ 5:30 AIADMK നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ് മാധ്യമങ്ങളാണ് ആദ്യം ജയലളിത മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ടത്. പിന്നീട് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പൊടുന്നനെ ആശുപത്രി അധികൃതർ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. എന്നാൽ ജയ മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചിരുന്ന ജനക്കൂട്ടം വികാരഭരിതമായി അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഈ നീക്കങ്ങൾ പോലീസിൻ്റെ ലാത്തിച്ചാർജിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായത്. പിന്നീട് കാര്യങ്ങൾ വ്യക്തമായതോടെ ജയലളിതയുടെ ആരാധകർ AIADMK അണികളൊക്കെ അടങ്ങുകയായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയോടെ വിദഗ്ധ ഡോക്ടറായ റിച്ചാർഡ് ബെയ്ലി ജയലളിതയെ പറ്റി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ജയലളിത അതീവ ഗുരുതരാവസ്ഥയിലാണ്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളിലൂടെയും ജയലളിതയുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും മരുന്നുകളോടോ ചികിത്സയോടോ ജയലളിത പ്രതികരിക്കുന്നതായോ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുമെന്ന തരത്തിലുള്ള ലക്ഷണങ്ങളോ യാതൊന്നും പ്രകടമാകുന്നില്ല. അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇന്നലെ വൈകിട്ട് ഹൃദ്രോഗത്തെ തുടർന്ന് അവർ ആശുപത്രിയിൽ ICUയിൽ ആയ നിമിഷം മുതൽ ഉയരുന്ന ആശങ്കകൾക്ക് അഭ്യൂഹങ്ങൾക്ക് ഒരു യഥാർത്ഥ സ്ഥിരീകരിച്ച മറുപടികൾ ലഭ്യമാകുന്നില്ല. ലഭ്യമായത് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ വഷളായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. മരുന്നുകളോടോ മറ്റോ പ്രതികരിക്കുന്ന നിലയിലേക്ക്, ആരോഗ്യം വീണ്ടെടുക്കുന്ന നിലയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജയലളിതയുടെ വിയോഗ വാർത്തകൾ പുറത്തായാൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ആവശ്യമായ പോലീസ് സേനയെ ആശുപത്രിക്ക് പരിസരത്തും പ്രധാന നഗരങ്ങളിലുമൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളും ജാഗ്രത പുലർത്തുന്നുണ്ട്. അന്തർ സംസ്ഥാന വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി, അതിർത്തികളിൽ സുരക്ഷ കാര്യക്ഷമമാക്കി, ട്രെയിൻ സംവിധാനം നിയന്ത്രണ വിധേയമാക്കി. അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യവും നിയന്ത്രിക്കാനാവുന്ന രീതിയിലേക്ക് സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം തമിഴ്നാട്ടിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ പദവി വഹിക്കുന്ന പനീർശെൽവം അടക്കം, ഗവർണർ അടക്കം, MLA മാരടക്കം ആശുപത്രിയിൽ ഉണ്ട്. അവർ ഓരോ നിമിഷവും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് AIADMK ആസ്ഥാനത്ത് MLA മാരുടെ യോഗം ചേർന്നു. അവർ പുറത്ത് പറയുന്ന വാക്കുകൾ അനുസരിച്ച് ശുഭപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ജയയ്ക്ക് ആരോഗ്യസ്ഥിതി അവതാളത്തിലാണെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ ഏറ്റവും ഒടുവിലായി പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും അവസാനമായി ചെന്നൈയിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമാകുന്നത്. 12 മണിക്കൂർ സമയമാണ് ഡോക്ടർമാർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടി 12 മണിക്കൂർ കൂടി അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. രശ്മി, ജോർജറ്റാണ് വിശദാംശങ്ങളുമായി ഒപ്പമുള്ളത്. വാർത്തകൾ തുടരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അത്യാസന്ന നിലയിൽ തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോർജറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ജോർജറ്റ്, AIADMK ഇന്ന് വൈകുന്നേരം ഉന്നതതല യോഗം ചേർന്നു, MLA മാരുടെ യോഗം ചേർന്നു. എന്താണ് മുന്നൊരുക്കങ്ങൾ എന്ന് അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ?
രശ്മി, ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് AIADMK മന്ത്രിമാരും MLA മാരും അടക്കം അപ്പോളോ ആശുപത്രിയിലും AMDMK ഓഫീസിലുമായി കൂടിയിരിക്കുന്ന ഔദ്യോഗിക പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അവർ റദ്ദാക്കിയിരുന്നു. ഒരു എന്തെങ്കിലും ദുഃഖവാർത്ത പുറത്തു വന്നാൽ നേരിടേണ്ട അടിയന്തര ഘട്ടങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാണ് മന്ത്രിമാരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഒപ്പം തന്നെ പാർട്ടിയുടെ ഭാവി പരിപാടികളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മന്ത്രിസഭ സമ്മേളനം തന്നെ സംഘടിപ്പിക്കാൻ തക്ക തരത്തിൽ എല്ലാ മന്ത്രിസഭാ അംഗങ്ങളും അപ്പോൾ ആശുപത്രിയിലുണ്ട്. ഒപ്പം തന്നെ ഗവർണറുമുണ്ട്. പനീർശെൽവത്തിൻ്റെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഓരോ നിമിഷവും ചർച്ച ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരും ഈ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ജനപ്രതിനിധികളുമായി കൃത്യമായ വിശകലനം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്, ജനങ്ങൾ ഓരോ വാർത്തയും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ട്. അല്പസമയം മുമ്പാണ് MLA-മാരുടെ യോഗം ചേർന്നത്. MLA-മാർ ഭാവി പരിപാടികൾ, പാർട്ടിയുടെ ഭാവി പരിപാടികളെ പറ്റിയാണ് MLA-മാർ ചർച്ച ചെയ്തത് എന്നാണ് വാക്കുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ആരായിരിക്കും ജയലളിതയുടെ പിൻഗാമി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പാർട്ടി ഭാഗത്തു നിന്നോ മുൻപൊന്നും ജയലളിത അത്തരമൊരു അഭിപ്രായമോ പങ്കുവെക്കാത്ത സ്ഥിതിക്ക് അത്തരമൊരു വലിയ ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളും ഈ ഘട്ടത്തിൽ വളരെ സജീവമായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. മന്ത്രിമാരടക്കമുള്ളവർ MLA-മാരടക്കമുള്ളവർ കഴിഞ്ഞ 2 ദിവസമായി നിരന്തരം യോഗം ചേരുകയാണ്. ആ യോഗത്തിൻ്റെ ഉദ്ദേശങ്ങളിലൊന്ന് സ്ഥിതിഗതികൾ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കും എന്നുള്ളതും, 2 ഭാവി പരിപാടികൾ, പാർട്ടിയുടെ ഭാവി പരിപാടികൾ, ഭരണത്തിൻ്റെ ഭാവി പരിപാടികൾ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളുമായിരിക്കും ആ യോഗങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ടാവുക. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി ഏറെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. രശ്മി, ജോർജറ്റ്, ഏതാണ്ട് 2.5 മാസത്തോളമായി ജയലളിത ആശുപത്രിയിലായിട്ട്. ചികിത്സ ഏതാണ്ട് ഫലം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇന്നലെ ഹൃദയാഘാതത്തെ തുടർന്ന് വീണ്ടും ഇന്ന് ജയലളിതയ്ക്ക് ശ്വാസകോശത്തിൽ അണുബാധ കൂടി സ്ഥിതി സങ്കീർണമാക്കിക്കൊണ്ടുണ്ടായത്. വളരെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു ടീമാണ് ജയലളിതയെ ചികിത്സിക്കുന്നത്. അവരിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ യന്ത്രങ്ങളുടെ സപ്പോർട്ടോടുകൂടി ജീവൻ നിലനിർത്തുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലനിർത്തുന്ന ഒരു സംവിധാനത്തിൽ നിന്ന്, ഈ സ്ഥിതിയിൽ നിന്ന് ഒരാൾക്ക് തിരിച്ചുവരവ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് എന്തെങ്കിലും ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, ഇത്രയും വിദഗ്ധരായ ഡോക്ടർമാരാണ്, അവരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ പ്രത്യാശ നിറയുന്ന തരത്തിലുള്ളൊരു വാർത്തകൾ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ 74 ദിവസമായി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജയലളിത. വിദേശത്ത് ഉൾപ്പെടെ അവരെ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും പിന്നീട് അപ്പോളോയിൽ തന്നെ ചികിത്സ തുടരുകയായിരുന്നു. അപ്പോളോയിലെ ഡോക്ടർമാർ ഇന്ത്യയിൽ നിന്ന് ലഭ്യമായ വിദഗ്ധ ഡോക്ടർമാരുടെയൊക്കെ ചികിത്സയിലായിരുന്നു. സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായ സാഹചര്യങ്ങളിൽ വിദേശ ഡോക്ടർമാരുടെ സഹായം തേടി ലണ്ടനിൽ നിന്നുള്ള റിച്ചാർഡ് ബെയ്ലി എന്ന ഡോക്ടറുടെ ശ്വാസകോശ വിദഗ്ധന്റെ നേതൃത്വത്തിലായിരുന്നു ജയലളിതയ്ക്ക് പിന്നീടുള്ള ചികിത്സകൾ നൽകി വന്നത്. ആ അവസരത്തിൽ ആരോഗ്യ വീണ്ടെടുക്കുകയും അവർ സാമാന്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. സംസാരശേഷി വീണ്ടെടുത്തിരുന്നു. സ്വയം ആഹാരം കഴിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. ചുവടുകൾ വയ്ക്കാൻ അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ താൻ ഭരണത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് അണികൾക്ക് ഒരു കത്ത് നൽകിയതോടെ തമിഴകം ആവേശത്തോടെയാണ് ജയലളിതയുടെ ആ ഒരു നീക്കത്തെ കണ്ടത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ നിന്ന് പുറത്ത് എത്താൻ കഴിയും എന്നുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ടോടെ ഹൃദയാഘാതമെന്ന രൂപത്തിൽ ജയലളിതയുടെ ആരോഗ്യം വീണ്ടും ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നത്. തുടർന്ന് ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമടക്കം ജയലളിതയ്ക്ക് വിദഗ്ധ ചികിത്സകൾ നൽകി വരികയാണ്. ഇന്ന് രാവിലെ ജയലളിതയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് സമാനമായ ചെറിയൊരു ശസ്ത്രക്രിയ നടത്തി എന്നുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ലഭ്യമായത്. യന്ത്രങ്ങളുടെ സഹായത്താലാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത്. പ്രധാന അവയവങ്ങളെല്ലാം യന്ത്രസഹായത്താലാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മരുന്നുകളോട് പ്രതികരിക്കുന്ന തരത്തിലോ മറ്റും യാതൊരു ഡോക്ടർമാരുടെ വിശദീകരണവും വന്നിട്ടില്ല. ആരോഗ്യസ്ഥിതി ഏറെ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്നും ഡോക്ടർമാരുടെ വാർത്താക്കുറിപ്പിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തമിഴകം ആകെ പ്രാർത്ഥനയിലും പൂജയിലും മറ്റുമാണ്. ജയലളിത തിരിച്ചു വരണമെന്ന ആഗ്രഹത്തിൽ നിരവധി പേർ അത്തരത്തിൽ വികാരം പ്രകടിപ്പിക്കുമ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതീക്ഷാനിർഭരമായ വാർത്തകളും ലഭ്യമാക്കുന്നില്ല. 12 മണിക്കൂർ സമയം കൂടിയാണ് അവർ ഇപ്പോൾ നിരീക്ഷണത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത സ്ഥിതിക്ക് ദുഃഖാർദ്രമായ ഒരു വാർത്ത തന്നെയായിരിക്കും ഈ മണിക്കൂറുകളിൽ പുറംലോകത്ത് എത്തുക എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് എല്ലാവരും.
ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് യന്ത്രസഹായത്താൽ അവരുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നു. വിദഗ്ധ ഡോക്ടർമാർ, എയിംസിലെ വിദഗ്ധ ഡോക്ടർമാർ ലണ്ടനിൽ നിന്നുള്ള റിച്ചാർഡ് ബെയ്ലിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സകളാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ അവർ മരുന്നുകളോട് പ്രതികരിക്കുന്നതായുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് ഡോക്ടർമാരുടെ അനുഭവത്തിൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവാൻ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വരും നിമിഷങ്ങൾ ജയലളിതയുടെ ജീവിതത്തിൽ ഏറെ നിർണായകം തന്നെയാണ്. രശ്മി, ന്യൂസ് റൗണ്ടപ്പ് തുടരുന്നു. ജോർജറ്റിലേക്ക് തന്നെ. ജോർജറ്റ് അവസാനം നൽകിയ സൂചന അനുസരിച്ച് ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വാർത്തകളും ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരോ അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങളോ നൽകിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും ദുഃഖകരമായ ഒരു വാർത്ത തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ ഇത്രയും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ പെട്രോൾ ബങ്കുകൾ അടച്ചു, കടകമ്പോളങ്ങൾ നേരത്തെ തന്നെ അടഞ്ഞു. ഇതുകൂടാതെ സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം നേരത്തെ തന്നെ അടച്ചിട്ടു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തമിഴ്നാട് ജനത ഇതിനോട് പ്രതികരിക്കുക എന്നത് നമുക്കറിയാം. കാരണം ഒരു കോടതി പരാമർശം ഉണ്ടായപ്പോൾ തന്നെ, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിതയ്ക്കെതിരായ ഒരു പരാമർശം കോടതി നടത്തിയപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്ത ആളുകളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനത, അതാണ് തമിഴ്നാടിന് മുന്നിൽ കാണാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന മുൻകരുതലുകളെല്ലാം പര്യാപ്തമാണ് അല്ലെങ്കിൽ കാര്യക്ഷമമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന മുൻകരുതലുകൾ? രശ്മി, അയൽ സംസ്ഥാനങ്ങളായ കേരളവും കർണാടകവും അടക്കം വളരെ ജാഗ്രതയോടെയാണ് തമിഴ്നാട്ടിലെ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്. ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടാകുന്ന വൈകാരികമായ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. തമിഴ്നാട് അവധിയിലായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചിരുന്നു. ഒപ്പം തന്നെ പൊതുപരിപാടികൾ റദ്ദാക്കിയിരുന്നു. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. നിരോധനാജ്ഞയ്ക്ക് സമാനമായ ഒരു സ്ഥിതിയിലേക്കാണ് തമിഴ്നാട്ടിൽ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള പോലീസ് സുരക്ഷാ സേനയുടെ നീക്കങ്ങൾ ഒക്കെ നടക്കുന്നത്. ആശുപത്രിക്ക് ചുറ്റും വൻ പോലീസിനാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സേനയെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. കേരളത്തിലും അല്പം മുമ്പ് DGP നിയന്ത്രണങ്ങൾ കർശനമാക്കി, ഹൈവേകളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി, അതിർത്തികളിൽ പരിശോധന കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കുള്ള തീർത്ഥാടകർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ ആഴിക്ക് ചുറ്റും പ്രത്യേക സംരക്ഷണം ഒരുക്കി. എന്തെങ്കിലും തരത്തിലുള്ള വൈകാരികമായ ജനങ്ങളുടെ പെട്ടെന്നുള്ള വികാരത്താൽ ഉണ്ടാകുന്ന ആത്മഹൂതി ശ്രമങ്ങളെയൊക്കെ തടുക്കുന്നതിന് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിയന്ത്രണ വിധേയമാകാൻ തക്ക രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ജയലളിത മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങൾ വൈകാരികമായി പ്രതികരിച്ചിരുന്നു. ലാത്തി ചാർജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ സഹായത്തോടെ തമിഴ്നാടിൻ്റെ 4 ഭാഗങ്ങളിലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതൊരു സാഹചര്യങ്ങളും നേരിടാൻ തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വൈകാരികമായി ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ആശങ്ക തന്നെയാണ് ജയലളിതയുടെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഭരണകൂടം നോക്കിക്കാണുന്നത്. രശ്മി, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് റിപ്പോർട്ട്.